ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ബാച്ചലർ കിച്ചണിലേക്ക് സ്വാഗതം. ഇതൊരു സിമ്പിൾ കപ്സ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. നാട്ടിൽ ഒലിവ് ഓയിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അതിൽ നല്ല വലിയ മുളക് ഇട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. തൊലിയുള്ള ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളിട്ട ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്സ മസാല ചേർക്കണം. കപ്സ മസാല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി അത് വെച്ചും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനും നമ്മുടെ ഇട്ട ഇൻഗ്രീഡിയൻസും കൂടി കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം. ചിക്കൻ വേകാനായിട്ടൊരു 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം ഈ ചിക്കനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളം നമ്മൾ കൃത്യമായിട്ട് അരിയുടെ അളവിന് തന്നെ അളന്ന് പിടിക്കണം. ഇവിടെ ഞങ്ങൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അളന്നൊഴിച്ച വെള്ളത്തിലേക്ക് നമ്മൾ വീണ്ടും ചിക്കനൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന അരി ഇടുകയാണ്. ഇട്ട് ഒരു നല്ല തിള വരുന്നത് വരെയും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നല്ല തിള വന്ന് ആ വെള്ളവും അരിയുടെ പാകത്തിനായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കപ്സ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.